രാവിലെ ചായക്കൊന്നും കടിയാക്കിയിട്ടില്ലല്ലോ. ഞാൻ പണിക്കാരുണ്ടോ നോക്കിട്ട് പോയതാണ്. പണിക്കാരുണ്ടാകുന്നേ പണിക്കാരില്ല, അവര് പോയി ദേശം പറ്റുമ്പോഴാക്കി കുറ്റങ്ങള്. അമ്മയടുത്തോ അമ്മ എവിടെയാ പോയിനമ്മോ? രാവിലെ പോയി. ഞാൻ അപ്പുറം പോയി നോക്കി ആടിയില്ല. എവിടെയാ പോയിനമ്മോ? ഓർക്കൊന്നും കൊടുത്തിനാ? ഓർക്കൊന്നും കൊടുത്തില്ല. പിന്നെ വരാണ്ട് എങ്ങനെ കൊടുക്കുക? എന്റെ കഥയാണ് ഇങ്ങനെ. ഓർക്കൊന്നും കൊടുക്കാണ്ട് പോയിന്നൊന്നും അറിയില്ല. അതെ, ഞാൻ വിചാരിച്ചു ഇപ്പം പേരും ഞാൻ കാത്തുനിന്നും വന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ബസ്സിനിരിക്കാനില്ല, കുറേ ഓർ കാത്തിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും, കഞ്ഞാൾ കുറെ ഉള്ളൊന്ന് നോക്കിട്ട് വാ. ഇനി ഞാനിപ്പോ എവിടെയോ പരതി പോണ്ടപ്പോ ഞാൻ കഞ്ഞി മുന്നിൽ വെച്ചത് അത് കുടിച്ചിട്ട് പോയി കൂടാ. നീ വന്നിട്ട് ഓരോ കൂട്ടിട്ട് വന്നിട്ട് കുടിച്ചാൽ മതി. ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ പരതാൻ പോണ്ടത് ഇനി ബെല്ലിമേനടിക്ക് എങ്ങനെ പോയിട്ടുണ്ടാവും അവര്? നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിനാ? എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാലും കഞ്ഞി കുടിച്ചിട്ട് ഞാൻ പോയാ പോരാ? എന്നാല് കഞ്ഞി വന്നിട്ട് കുടിച്ചാൽ മതി. അമ്മക്ക് കണ്ട് ഇവര് കുടിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ അവിടെ പോയി നോക്കി വന്നിട്ട് കാണുന്നില്ല. ഇനി ഓരോ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവില്ല. നീ പോയി നോക്കിയിട്ട് വന്നിട്ട് എന്നിട്ട് കുടിക്കാം. എന്നാ കഞ്ഞി കുടിച്ചിട്ട് പോയി കൂടാ? ഞാൻ കഞ്ഞി കുടിച്ചിട്ട് ഒപ്പനെ കുടിക്കാന്നല്ലാണ്ട് ഇനിയിപ്പോ പോയോക്കട്ടെ. ഞാൻ ഇപ്പൊ എന്നാ ചെയ്യേണ്ടത്? അപ്പുറം പോയിട്ട് നോക്ക്. ഓക്കെന്നാ ഇതൊന്നും ഉണ്ടാവില്ല. കണ്ട് ഞാൻ പോയി നോക്കേണ്ടി വരും. പയ്യെ ഓള് പോയി വെച്ചിട്ട് ആടി വരും. എൻ്റെ അമ്മയല്ലേ നോക്കണ്ണ, ഞാൻ പോയി നോക്കട്ടു. ഏടാന്ന് വെച്ചാൽ ഞാനിപ്പോൾ പരതിയിട്ട് നടക്കേണ്ടത്. ഈശ്വര, ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. എല്ലാം തുടക്കലും പഠിക്കലും എല്ലാം കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീട്ടിൽ. അപ്പോഴത്തേക്കിൽ ഈ ഒരു ഇതായി. മനുഷ്യനൊരു വിശന്നിട്ട് കഞ്ഞി കുടിക്കാൻ വരെ സമയമില്ല. ഇപ്പം മോൻ വിചാരിക്കുന്ന എന്നോട് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. മോൻ അങ്ങനത്തെ ഒരു കൂട്ടവും ഇല്ല. ഇപ്പം പെരടിക്ക് എൻ്റെ പെരടി കൈ തേച്ചു. എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വരില്ല. എന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ അവർക്ക്? ഒരു നേരം കഞ്ഞി കൊടുക്കുന്നത് ആ ഒരു നന്ദി ഉണ്ടാവില്ലേ അവർക്ക്? എന്താണ് ഓരോരോ പറഞ്ഞോണ്ട് പോന്നി? അതുണ്ടല്ല, അമ്മ രാവിലെ എവിടെയാ പോയിനമ്മോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ചായക്ക് കടിയൊന്നും ആക്കിയില്ല. ഞാൻ വെച്ച് വേഗം പണിയെല്ലാം ഒരുങ്ങിയിട്ട് കഞ്ഞിയും ചമ്മന്തി ആക്കാന്ന് വെച്ചിട്ട് ഞാനല്ലത് ഇപ്പോൾ കുടിക്കാൻ നോക്കുമ്പോഴത്തേക്കില് മോൻ വന്നു. ഓ, കഞ്ഞി പിടിച്ചേറ്റി അത്ത് കൊണ്ടച്ചിട്ട് നീ അമ്മേനെ കൂട്ടിയിട്ട് വാ. ഞാനിപ്പോ കഞ്ഞി പിടിച്ചേച്ചി കൊണ്ടച്ചേന് കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മ എപ്പാ പോയിനി? നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ കാണണ്ടേ? ഞാനാന്ന് ഓറിയാൻ കൊണ്ടാക്കിനി. വയലിൽ പോകുമ്പോ വിത്തിടാൻ. പിന്നെ ഞാൻ ഓർക്ക് ചായ കൊണ്ട് പോകുമ്പോ ഓറപ്പുറം ഞാൻ ആ ഓറെ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടാക്കി. എന്നാ പോകുമ്പോ പറഞ്ഞൂടെ എന്നോട്? ഇത്ര സമയം പരിധിയാ നീ? അതെ, ഞാൻ വെച്ചാൽ അപ്പുറത്തെ വീട്ടിലിരിക്കുന്നുണ്ടാവും. വീട്ടിൽ അങ്ങ് എത്തിയില്ലേ ഓറ്? നീ എടിയാക്കിനെ? എന്റെ ഇളയമേരെ വീട്ടില് നമ്മളൊപ്പരാകിടുന്ന് പോയിനി. ഒന്നല്ല ആടെ എത്തിരാൻ ഒന്ന് വിളിച്ച് പറഞ്ഞൂടേടോ അവർക്ക് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് നിന്റെ അടുക്കും തെറ്റുണ്ട്. നീ ഇത്ര സമയം ഓരോ ശ്രദ്ധിക്കണ്ടേ എവിടെയാ പോയെന്ന് നോക്കായിട്ടല്ലേ? സമയം ഇപ്പൊ എത്രയായി? എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യില്ല. കേൾക്കൂല. ഞാൻ എന്തെല്ലോ പറഞ്ഞിനി. എന്നിട്ട് അവിടെ കൊണ്ടാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നാ ഞാൻ പോയി നോക്കട്ടെ. എന്നാ നീയാ കൊണ്ടാക്കി? ഞാനാ കൊണ്ടാക്കി. എന്നാ നീ വരുന്ന അനപ്പുറം വരുവാ? എന്നാ വരാ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എല്ലാരും അന്നെ പറയൂ. അമ്മ ഇപ്പൊ ഇങ്ങനെ 4 മണി നടക്കുന്നത് ആരോടൊന്നും പറയാൻ കഴിയാ എനിക്ക്? അതിനെ നിന്റെ അടുക്ക നിൽക്കുമ്പോ നിന്നെ പറയലു, എൻ്റെ അടുക്ക നിൽക്കുമ്പോ അന്നെ പറയലു. അത് സാധാരണയാണ്. ഇനിയിപ്പോ മേലെ ആടെ കയറാൻ ആടി ഉണ്ടാവുക? നീ ആടിയാ ആടിയുള്ള ആ വീട്ടിലവിടെ വലിയമേനെ എടുക്കാം അല്ലേ? വലിയമേന. ഇനിയിപ്പോ ആടി ഉണ്ടോ? ആടുന്ന് പോയൊന്നും പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ കഴിയില്ല. ഇതെന്നാ ചെയ്യേണ്ടത്? ഞാൻ ഇല്ലേമോ വയ്യേ? നീ ഇവിടെ കൊണ്ടാക്കിന്നിട്ടാ ഞാനിപ്പോ ഇങ്ങനെ വരുന്നത്. കൊണ്ടാക്കിനി ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇതാ ഉണ്ടായാൽ മതിയേനു, ഇല്ലെങ്കിൽ ഞാനങ്ങ് പോണ്ടി വരില്ല. ഓ, ഇവിടെ അമ്മയും മോനും ഒറ്റയാണ് നോക്കറാ. വേണ്ടാ, മോൻ തന്നെയല്ലേ? നീ തന്നെയല്ലേ? എന്നാ എന്നെ പരിധി അതിൽ നടത്തിക്കണാടോ പരിധിയിട്ട്? ഇവര് ലോകം തേച്ചും ചുറ്റിയിട്ട് വരുക. ഇവർ ഇരിക്കുന്നു. അന്യത്തിനടുത്ത് വന്നു അതിപ്പോ സമാധാനമായി. ഞാൻ ആ വീട്ടിലെല്ലാം ചോദിച്ചിട്ടാണ് വരുന്നത്. ഇവിടൊക്കെ ഇവള് പറഞ്ഞു. എന്നാലും എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. പിന്നെ പറഞ്ഞിട്ട് എന്നാ വേണ്ടേ? ഞാനെന്നാ ഇങ്ങനെല്ലാം നടന്നിട്ട് വരുവാ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പറഞ്ഞിട്ട് പറഞ്ഞൂടെ? എന്നോടൊന്ന് പറഞ്ഞൂടെ? ഞാനിങ്ങനെ പോന്നു മോളെന്ന് പറയുന്നതിനെന്നാ ഉണ്ടാ? എന്നിട്ട് അന്നെ എങ്ങനെ ഇതാക്കിയത്? അന്നോട് ഇവിടെ വരുന്നു പറഞ്ഞല്ലോ. ഇത് ഞങ്ങൾക്ക് വിശന്നിട്ട് കഞ്ഞി എടുത്ത് കുടിക്കാൻ നോക്കുമ്പോ കഞ്ഞി പിടിച്ചേറ്റ് വെച്ചിട്ടാണ് വരുന്നത്.
നിങ്ങൾക്ക് അതിലേക്ക് കുഴപ്പമൊന്നുമില്ല. കഞ്ഞി കുടിച്ചിനാ കുറേ കാലം ഒന്നും അറിഞ്ഞില്ല. നല്ല സന്തോഷമായി അതുകൊണ്ടല്ലേ അല്ല ഒറ്റക്ക് ഇങ്ങനെ നിക്കുന്നല്ലേ ഞാൻ അവിടെ കൊണ്ടാക്കി നീ ഇവരെയൊക്കെ കോട്ടത്തിൽ അതിലെ കുറേ അവരെ തുറക്കുന്നത് ആ കുറേ ആളെ കോട്ടത്തെല്ലാം പോയാ ആടെ പോയിട്ടേക്ക് വന്നു ഒരു സമാധാനം. ചായ കുടിച്ചിനാ കോട്ടത്തിൽ ചായ കുടിച്ചിനാ അന്നാണ് വിട്ടിട്ട് വളർന്നത് അമ്മയോട് വന്നോണ്ട് ഇല്ലായ കൊണ്ടൊരു സമാധാനമായി. അതെ, കേട്ടാ? ഒരു മാമ്പഴം അതെ ഒരു സമാധാനം എന്താ പറയണ്ടത് ഒരു ദിവസം നിന്നാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക്. കുഴപ്പമില്ല ആ. ഇന്ന് പോണ്ടാന്ന് പറഞ്ഞു. അല്ല, വരുന്നില്ലേ? ഇന്ന് പോണൊന്നുമില്ല. വരുന്നില്ലേ? അങ്ങ് വരുന്നില്ലേ? ഇന്നത്തെ ഞാൻ കുറേ ആഴ്ച വരാതെ അതുകൊണ്ട് ഇക്കടെ വന്നു. ആളെ വന്ന് കോട്ടത്ത് വന്നു അന്നേരം ഇക്കടെ വന്നു. ഇതാണ് വെല്ലുമില്ല എന്നാലും ഞാൻ പാടുകയാണ് പപ്പാട് പറഞ്ഞു അതെ അതൊന്നും ഇന്ന പോലെ ഞാൻ പറഞ്ഞു ഇന്ന അങ്ങനെയാണ് സ്നേഹബന്ധം മനുഷ്യന് അങ്ങനെയാ വേണ്ടത് ഇപ്പോൾ വെക്കലുണ്ടായെങ്ങനെ പിള്ളേർക്ക് ഒന്നുമില്ല ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം തരാം ഇന്ന് നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെ അടുത്തേനി തികനില്ല സ്നേഹം ഉണ്ടോ എന്നിട്ട് വേണ്ടേനി എനിക്കൊരു സമാധാനം. ഞാൻ ഒന്ന് കോട്ടത്ത് വെച്ചോട്ടെ. അതുകൊണ്ടാ ഇത് ഞാൻ അമ്മയും മോനും ഇതായത് നിങ്ങൾ വരുമ്പോൾ ഞാൻ രണ്ടെണ്ണാം വഴി വിചാരിച്ചു എന്നാൽ ഇതെല്ലാം വരുന്നത് കാണായിട്ടല്ലേ വന്നിനി മോനോട് പറഞ്ഞു കൊടുക്ക് ഞാൻ രണ്ടോട് കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോ കഞ്ഞിയും പിടിച്ചേക്ക് അകത്ത് വെച്ചിട്ടാണ് വരുന്നത് തന്നെ ആ അമ്മക്ക് കൊടുത്തിട്ട് കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇനി ആടെ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ടേ പോകാതോ എന്നാ ആടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിക്കാനാണ് ഞാൻ വീരം പറയാൻ മോളെ ഞാൻ ഒരാളോട് ഓളോട് പറയണേനി പോയി ഞാൻ വിചാരിച്ചു അതെയാ അപ്പൊക്കെ പേരൊക്കെ കണ്ടു ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നു. ഒന്നും വേണ്ടിയിട്ടില്ല ഞാൻ പേരേക്ക് വേണ്ടി തീർത്തോളം കൊണ്ടാക്കി ഞാൻ അങ്ങ് പോയി വിചാരിക്കുമ്പോഴേക്ക് വന്നു. അതെ അല്ലേ അതാണ് മനസ്സപ്പരം അത് അങ്ങനെ അറിയാമില്ല വരുന്നത് ചോദിച്ചാൽ പിന്നെ എന്താണ്